ഹലോ, വെൽക്കം ബാക്ക് ടു ലെങ്ത് അക്കാദമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് സിക്സ്ത്തിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ തേർഡ് ചാപ്റ്റർ ആണ്. കേരളം, മണ്ണും മഴയും മനുഷ്യനും. ഇതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് SCERTയുടെ ഫിഫ്ത്ത് ക്ലാസ്സിലെ ഓൾറെഡി ഭാഗം 1 നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിക്സ്ത് ക്ലാസ്സിലെ 1 and 2 ചാപ്റ്ററിന്റെ ഡിസ്കഷനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് തേർഡ് ചാപ്റ്റർ ആണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം തന്നെ തേർഡ് ചാപ്റ്ററിലേക്ക് കടക്കാം. ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നത് കേരളത്തിന്റെ മണ്ണ്, കൃഷി, അതിന്റെ രീതികളെ കുറിച്ചിട്ടൊക്കെയാണ്. ഇത് ഒരു മാർക്കറ്റിലുള്ള ഒരു ദൃശ്യമാണ് കാണിച്ചിട്ടുള്ളത്. നമുക്ക് പലപ്പോഴും പഴങ്ങളായാലും പച്ചക്കറികളായാലും ഈവൻ പൂക്കൾ വരെ ആയാലും നമുക്കത് വരുന്നത് പുറം നാടുകളിൽ നിന്നാണ്. അതായത് നമ്മുടെ ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് ഉൽപ്പാദിപ്പിച്ചിരുന്നതായിരുന്നു ഇവയൊക്കെ. എന്നാൽ ഇന്ന് നമ്മളത് പുറത്തേക്ക് ആശ്രയിക്കേണ്ടി വരുന്നുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടാൻ വേണ്ടിയിട്ട്. എന്തൊക്കെയായിരിക്കും നല്ല രീതിയിലുള്ള ഇങ്ങനത്തെ കൃഷി രീതികളൊക്കെ വിപുലീകരിക്കണമെങ്കിൽ എന്തൊക്കെയായിരിക്കും അടിസ്ഥാന ഘടകങ്ങളായി വേണ്ടത്? വളക്കൂറുള്ള മണ്ണ് വേണം, അനുയോജ്യമായ കാലാവസ്ഥ, ജലലഭ്യത, മനുഷ്യാധ്വാനം, ഇതൊക്കെ വേണം. നമ്മളിപ്പോ ജസ്റ്റ് ജനറൽ ആയിട്ട് പറയാണ്, ഇമ്പോർട്ടന്റ് പോയിന്റ്സ് വരുമ്പോൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഓക്കെ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. നമുക്ക് കേരളത്തിലേക്ക് പച്ചക്കറികളും പൂക്കളും പലവ്യഞ്ജനങ്ങളും എത്തിക്കുന്നതിൽ തമിഴ്നാടാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഒരു കമ്പാരിസൺ നടത്തി നോക്കാം. ആദ്യം പറയുന്നത് പ്രധാന മണ്ണിനങ്ങളിലെ വ്യത്യാസമാണ്. എനിക്കറിയില്ല ഇത് സ്ക്രീനിൽ എത്രമാത്രം ക്ലിയർ ആയി കാണുന്നുണ്ടെന്നുള്ളത്. കേരളത്തിലെ എക്കൽ മണ്ണും ലാറ്ററൈറ്റ് മണ്ണും വനമണ്ണും ചെമ്മണ്ണുമാണ് വരുന്നത്. തമിഴ്നാട്ടിലെ ഇതേപോലെ ചെമ്മണ്ണ് വരുന്നുണ്ട്, ലാറ്ററൈറ്റ് മണ്ണ് വരുന്നുണ്ട്, പിന്നെ തീരദേശ മണ്ണ് വരുന്നുണ്ട്, പിന്നീട് എക്സ്ട്രാ ആയിട്ട് കറുത്ത മണ്ണും കൂടെ വരുന്നുണ്ട്. അതേസമയം ഇനി കേരളത്തിലെ ജലലഭ്യതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമുക്കറിയാലോ 44 നദികളാണ് കേരളത്തിലുള്ളത്. വാർഷിക മഴ ഏകദേശം ഒരു 300 സെന്റിമീറ്റർ കിട്ടുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലാണെങ്കിൽ മഴ 95.9 സെന്റിമീറ്റർ കിട്ടുന്നുള്ളൂ. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ തന്നെയാണ്. നദികളുടെ എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിലെ 14 നദികളെ വരുന്നുള്ളൂ, കേരളത്തിലെ 44 നദികളുണ്ട്. പിന്നെ കേരളത്തിലെ ഈ മഴ ലഭിക്കുന്നതിനാൽ ജലസേചന സൗകര്യങ്ങളുടെ ആവശ്യകത പല സ്ഥലത്തും വരുന്നില്ല. അതേസമയം തമിഴ്നാട്ടിലെ മഴയും കുറവാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന നദികളും കുറവ് തന്നെയാണ്. അപ്പൊ ഇതുകൊണ്ട് ജലസേചന സൗകര്യം എന്തായിട്ട് വ്യാപകമായിട്ട് ഏർപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് പല രീതിയിലും നമ്മുടെ കൃഷിയുടെ കാര്യം വെച്ച് നോക്കുമ്പോൾ തമിഴ്നാടാണ് മുന്നിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ മുന്നിൽ നിൽക്കാനുള്ള കാരണം? അപ്പൊ നമ്മൾ അതിന് മുൻകാലത്ത് നേരത്തെ പറഞ്ഞ മുൻ പേജുകളിൽ പറഞ്ഞ ആ ഒരു പോയിന്റ്സ് തന്നെയാണ് അതിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരുപാട് കാർഷിക വൈവിധ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കുറെ മാറ്റങ്ങളുടെ കാര്യങ്ങളൊക്കെ കൊണ്ട് അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് കേരളത്തിന്റെ ഒരു ദൃശ്യമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നിന്ന് 3 ആയിട്ട് നമ്മൾ വേർതിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മലനാട് എന്ന് പറയുമ്പോൾ 75 മീറ്ററിനേക്കാൾ ഉയരത്തിൽ വരുന്നതാണ്. ഇടനാട് 7.5 തൊട്ട് 75 മീറ്ററിന് ഇടയിൽ വരുന്നത്. തീരപ്രദേശം എന്ന് പറയുമ്പോൾ 7.5 മീറ്ററിന് താഴേക്ക് വരുന്നത്. അപ്പൊ അതാണ് ഈ ഒരു 3 കളറുകളിലായിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മലനാട് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇടനാട്, ഇതാണ് നമ്മുടെ തീരപ്രദേശം വരുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഇതിന്റെ ഒരു കേരളത്തിന്റെ ഭൂപ്രകൃതിനെ നമ്മൾ വേർതിരിച്ചിട്ട് കാണിച്ചു കൊടുക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം മലനാടിലേക്ക് കടക്കാം. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന മലനാട്ടിൽ മഴയും മഞ്ഞും തണുപ്പും ഏറെയാണ്. അതായത് 75 മീറ്ററിനേക്കാൾ ഉയരം വരുന്ന പ്രദേശങ്ങളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്കൊക്കെ പോയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ കൂടുതലായിട്ട് അറിയാം. ഇവിടെ എന്താണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്? ഏലം, തേയില എന്ന വിളകളാണ്. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന സഹ്യപർവ്വത നിരയുടെ ഭാഗമാണ് ഇവിടം എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ വിളകളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകങ്ങള് ധാരാളമായി ലഭിക്കുന്ന മഴ, നീർവാർച്ചയുള്ള മണ്ണ്, താപനില 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ. നമുക്ക് ഏകദേശം ഇതൊന്നും ഒരു കോമൺ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പോയിന്റ്സ് ഒന്നും ബൈഹാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. കാരണം എന്താണ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അവിടെ കുറച്ചും കൂടെ തണുപ്പ് ഉള്ള പ്രദേശങ്ങളായിരിക്കും. അപ്പൊ 30 ഡിഗ്രി സെൽഷ്യസിൽ താഴെ താപനില, ധാരാളമായി ഈ മഴ ലഭിക്കുന്നു, നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു. ഓൾറെഡി മലനാടിന്റെ സ്ഥാനം ഭൂപടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗത്തായിട്ട് 75 മീറ്ററിനേക്കാൾ ഉയരത്തിൽ വരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു. ഇവിടെ ഈ ഭൂപ്രകൃതി വിഭാഗത്തിൽ നിന്ന് ലഭിച്ച സുഗന്ധ വിളകളുടെ പെരുമയാണ് കേരളത്തെ വിദേശികളുടെ പ്രിയപ്പെട്ട ഇടമാക്കിയത് എന്നൊക്കെ ചരിത്രം പറയുന്നു. അപ്പൊ ഇവിടെ കൂടുതലായിട്ടും വരുന്നത് ഈ ഏലം, തേയില അങ്ങനത്തെ കാര്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ ജോൺ ജോസഫ് മർഫിനെ കുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്.
ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവായിട്ടാണ് ജോൺ ജോസഫ് മർഫി അറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു അയർലാൻഡ് സ്വദേശിയാണ്. അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം പെരിയാറിന്റെ തീരത്ത് ആലുവയ്ക്കടുത്തായിട്ട് റബ്ബർ കൃഷി തുടങ്ങുന്നുണ്ട്. പിന്നീടാണ് അവിടെ ഭയങ്കരമായി വ്യാപിപ്പിക്കാനൊന്നും ഈ ഒരു കൃഷി വ്യാപിപ്പിക്കാനൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് സാധിച്ചില്ല. പിന്നീട് അദ്ദേഹം കോട്ടയത്തിലേക്ക് മാറുകയും അവിടെ ഏന്തയാറിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിക്കുകയാണ്. കേവലം ഒരു പ്ലാന്റർ മാത്രമായിരുന്നില്ല മർഫി. തൊഴിലാളികൾക്കായി പെൻഷൻ ആനുകൂല്യങ്ങൾ, നാട്ടുകാർക്കായി വിദ്യാലയം, ആരാധനാലയങ്ങൾ എന്നിവ അദ്ദേഹം പണിതു നൽകി. അപ്പോൾ ജോൺ ജോസഫ് മർഫി ആരായിരുന്നു എന്നുള്ള ചോദ്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇപ്പോഴും ശ്രദ്ധിക്കണം. പലപ്പോഴും മുൻപ് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ്. അടുത്തത് നമ്മൾ ഇടനാടിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. 7.5 മീറ്ററിനും 75 മീറ്ററിനും ഇടയിലുള്ള ഒരു പ്രദേശമാണ് ഇടനാട് എന്ന് പറയുന്നത്. അതായത് ആക്ച്വലി പറയുകയാണെങ്കിൽ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിൽ. കേരളത്തിലെ ഏറ്റവും അധികം വിളവൈവിധ്യമുള്ള പ്രദേശമാണിത്. അത് ശ്രദ്ധിച്ചു വെക്കാം. ഭക്ഷ്യധാന്യങ്ങളായാലും പച്ചക്കറികളായാലും കിഴങ്ങ് വർഗ്ഗങ്ങൾ അതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഇന്ത്യയിലെ ഇടനാട്ടിലെ കൃഷി ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കാം. ധാരാളമായി ലഭിക്കുന്ന മഴ, അതുപോലെ തന്നെ ചെറുകുന്നിൻ പ്രദേശങ്ങളിലെ ലാറ്ററൈറ്റ് മണ്ണിന്റെയും നദീതടങ്ങളിലെ എക്കൽ മണ്ണിന്റെയും സാമാന്യം കനത്ത ആവരണം. അപ്പോൾ ഇതൊക്കെ അനുകൂലമായ ഭൂമിശാസ്ത്ര ഘടകങ്ങളാണ് ഈ ഒരു വിളവൈവിധ്യത്തിന് കാരണമാകുന്നത്. പിന്നെ കേരളത്തിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞ റബ്ബർ കൃഷി ഉണ്ടല്ലോ, അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഈ ഇടനാട് തന്നെയാണ്. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇടനാട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ തീരപ്രദേശം. അപ്പോൾ ഇതൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം തന്നെയാണ് ഇവിടെയും പറയുന്നത്. പ്രദേശങ്ങളിൽ കൂടുതൽ എങ്ങനെയാണ്? 7.5 മീറ്ററിന് താഴെയാണ് വരുന്നത്. ഓക്കെ. തീരപ്രദേശങ്ങളിലെ ഉപ്പുരസമുള്ള എക്കൽമണ്ണ് തെങ്ങ് കൃഷിക്ക് അനുകൂലമാണ്. അതുപോലെ തന്നെ ഇവിടെ എക്കൽമണ്ണുള്ള കാരണം നെൽകൃഷിയും തെങ്ങ് കൃഷിയുമാണ് കൂടുതലായിട്ട് ഇവിടെ വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് കൃഷിയെ നെഞ്ചേറ്റിയ ചെയ്യുന്ന നാടെന്നുള്ള ഹെഡിങ്ങിലാണ് വരുന്നത്. അതായത് പണ്ട് തന്നെ കേരളം ഒരു കാർഷിക സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു. പക്ഷെ പിന്നീട് ഇപ്പോ പല ജീവിത രീതികളിൽ വരുന്ന മാറ്റങ്ങളും പല കാര്യങ്ങളും കൊണ്ട് ഈ ഭൂപ്രകൃതിയിൽ തന്നെ മാറ്റങ്ങൾ സംഭവിക്കുകയും അതുപോലെ തന്നെ നമുക്ക് കൃഷിയിലുള്ള വിളവൈവിധ്യങ്ങളൊക്കെ കുറയുകയും അതിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് കൊല്ലങ്ങളുടെ കമ്പാരിസൺ ആണ്. ജസ്റ്റ് മനസ്സിലാക്കുക. റബ്ബറിനും തെങ്ങിനും മാത്രമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കൃഷിയുടെ ഒരു ഇതെന്ന് പറയുന്നത് ഭൂവിസ്തൃതി ലക്ഷം ഹെക്ടറിലാണ് നമ്മൾ ഓരോ ഇയറിലും കൊടുത്തിട്ടുള്ളത്. പക്ഷെ നെല്ല് മരച്ചീനിയൊക്കെ കൃഷി ചെയ്യുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കൊല്ലം കൂടുന്തോറും എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുത്തൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത്. ഇവിടുത്തെ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് മാത്രമാണ് കേട്ടോ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കുറച്ച് പേജുകളൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോ ചില സ്ഥലങ്ങളിൽ കൃഷി ചെയ്യണം എന്ന് ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അവർക്ക് മണ്ണുണ്ടാവില്ല. നഗരവാസികളുടെ ഒക്കെ സ്ഥിരം ഒരു അതാണ് അങ്ങനെ. അതിനാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതായത് സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങൾ വെള്ളത്തിൽ അലിയിച്ചു നൽകുകയാണ് ഇവിടെ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് ഹൈഡ്രോപോണിക്സ് എന്ന് മനസ്സിലാക്കി വെക്കണം. ഹൈഡ്രോപോണിക്സ് എന്താണ്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങളൊക്കെ വെള്ളത്തിൽ അലിയിച്ചു കൊടുക്കുന്നതിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. വേരുകൾക്ക് പടരാൻ തൊണ്ട്, ചരൽ തുടങ്ങിയ വസ്തുക്കൾ നൽകാവുന്നതാണ്. വളരെ വളരെ കുറച്ച് സ്ഥലമുള്ളവർക്ക് പോലും വീട്ടിൽ പച്ചക്കറി തോട്ടം ഉണ്ടാക്കാനായിട്ട് ഇങ്ങനെ നമുക്കത് ഉപയോഗിക്കാം. അതുപോലെയുള്ളതാണ് വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്. മുളയിലോ കമ്പുകളിലോ വില കുറഞ്ഞ വല കുത്തനെ വലിച്ചു കെട്ടി നടപ്പാക്കുന്ന രീതിയാണ് ഈ ഒരു വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ പയറും പാവലും ഒക്കെ മുകളിലേക്ക് പടരുന്നതിനാൽ സ്ഥലക്കുറവ് പ്രശ്നമാകുന്നില്ല. അപ്പൊ രണ്ട് രീതികളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ഹൈഡ്രോപോണിക്സിനെ കുറിച്ചിട്ടും വേർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങും. പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തീരെയില്ലാത്തവർക്ക് വേർട്ടിക്കൽ നെറ്റ് ഫാമിങ്ങിൽ നെറ്റൊക്കെ വലിച്ചു കെട്ടിയിട്ടുണ്ടാകുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതാണ് വേർട്ടിക്കൽ നെറ്റ് ഫാമിംഗ് പറഞ്ഞു. ഹൈഡ്രോപോണിക്സ് എന്താണ് നമ്മൾ പറഞ്ഞത്? സസ്യവളർച്ചയ്ക്ക് ആവശ്യമായ ധാതു ലവണങ്ങളൊക്കെ വെള്ളത്തിൽ അലിയിച്ച് നൽകുന്ന ഒരു പരിപാടിനെയാണ് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി ഇവിടെ ഒരു ചെറിയ ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മളൊന്ന് നോക്കണം. കുട്ടനാട്ടിലെ ആദ്യത്തെ പരിസ്ഥിതി സൗഹൃദ കർഷകരിൽ ഒരാളാണ് PJ തോമസ് എന്ന് പറയുന്നത്. നെൽകൃഷിയിലാണ് അദ്ദേഹം തന്റെ കാർഷിക പരീക്ഷണമൊക്കെ നടത്തിയത്. അതായത് ഈ ചാണകം, ഗോമൂത്രം, പാടത്തെ മണ്ണ് തുടങ്ങിയവ പ്രത്യേക അനുപാതത്തിൽ കൂട്ടിക്കലർത്തി ഏതാനും ദിവസം അടച്ചുമൂടി വെച്ച് പിന്നീട് നെൽച്ചെടികൾക്ക് മീതെ ഒഴിക്കുകയാണ്. അപ്പോൾ നല്ല വിള കൂടുതലായിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. ഇനി ജനങ്ങളെ കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി സ്കീം സർക്കാർ തലത്തിലുണ്ട്. അതിൽ വരുന്നതാണ് ഒരു സംരംഭമാണ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വയ്ക്കാം.
അടുത്തതാണ് ഹരിതഗൃഹ കൃഷി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്താണ് ഗ്രീൻ ഹൗസ് ഫാമിംഗ് എന്ന്. കൊടും തണുപ്പുള്ള സ്ഥലങ്ങളിലെ വിളകൾ നശിച്ചു പോകാതിരിക്കാൻ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ അവയെ വളർത്തും. അതായത് എന്തായാലും ഇവർക്ക് ഒരു മിനിമം ഒരു ചൂട് വേണം വളരാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഭയങ്കര തണവുള്ള സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പോസിബിൾ അല്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്ഫടിക മേൽക്കൂരയുള്ള മുറികളിൽ ഈ ഒരു ചെടികളെ വളർത്തുന്നത്. ആ ഒരു രീതിയാണ് ഹരിതഗൃഹ കൃഷി എന്ന് പറയുന്നത്. അടുത്തതാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. ഓരോ പ്രദേശത്തെയും മണ്ണിനും വിളയ്ക്കും ഓരോ സമയത്തും ആവശ്യമായ പരിചരണം കൃത്യമായ അളവിൽ നൽകുന്ന കൃഷി രീതിയാണിത്. പച്ചക്കറി കൃഷിക്ക് അനുയോജ്യമായ നീർവാർച്ചയും സൂര്യപ്രകാശവും ലഭിക്കുന്ന ഏത് സ്ഥലവും കൃത്യത കൃഷിക്ക് പ്രയോജനപ്പെടുത്താം. പ്രിസിഷൻ ഫാമിംഗ് ആണ്. നമുക്ക് ഏതൊരു ഇപ്പൊ ഒരു പെർട്ടിക്കുലർ ഇത് എടുക്കുകയാണെങ്കിൽ അതിന് എന്താണ് വേണ്ടത്, അതിന് ആവശ്യമായ ഇപ്പം പരിചരണം, വെള്ളമായിട്ടായാലും വളമായിട്ടായാലും കൃത്യമായ അളവിൽ കൊടുക്കുന്നതിനെയാണ് കൃത്യത കൃഷി എന്ന് പറയുന്നത്. അടുത്തതാണ് ഫെർട്ടിഗേഷൻ. ഇപ്പൊ വെള്ളവും വളവും കണികാരൂപത്തിൽ ഈ ഡ്രിപ്പറുകൾ ത്രൂ നൽകുന്നതിനെയാണ് നമ്മൾ ഫെർട്ടിഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ പൂർണ്ണമായും വെള്ളത്തിൽ ലയിക്കുന്ന രാസവളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെടികൾക്ക് വേഗത്തിൽ ഇത് വലിച്ചെടുക്കാനും പറ്റുന്നുണ്ട്. അത് ഡ്രിപ്പർ ത്രൂ കൊടുക്കുന്നതിനെയാണ് ഫെർട്ടിഗേഷൻ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി കർഷക ദിനം, അതായത് ചിങ്ങം 1 കർഷക ദിനാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കല്ലോ. ഓക്കെ. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു പാഠഭാഗത്തിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാഠമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല ആക്ച്വലി. പക്ഷെ നമുക്ക് ജോൺ ജോസഫ് മർഫിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് വെക്കണം. അതുപോലെ തന്നെ കേരളത്തിന്റെ ക്ലാസിഫിക്കേഷൻ, മലനാട്, ഇടനാട്, തീരപ്രദേശം, അതൊന്ന് ജസ്റ്റ് നോക്കി വെക്കണം. പിന്നെ പല കൃഷി രീതികളെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈഡ്രോപോണിക്സ്, വെർട്ടിക്കൽ നെറ്റ് ഫാമിംഗ്, കൃത്യത കൃഷി, ഗ്രീൻ ഹൗസ് ഫാമിംഗ്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡ്രിപ്പർ ത്രൂ കൊടുക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത്രയും കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നോക്കി വെക്കാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്ററിലെ. എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് ഒക്കെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു. നമുക്ക് എന്തായാലും അടുത്തൊരു ചാപ്റ്ററിൽ കാണാം. ബൈ.